Method of ordinary least squares. OLS is the most widely used method to estimate PRF on the basis of SRF as accurate as possible and was developed by Gauss, a German mathematician. ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ഗോസ് ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ഒരു എസ്റ്റിമേഷൻ ടെക്നിക്കാണ് മെത്തേഡ് ഓഫ് OLS. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് എസ്റ്റിമേഷൻ ആയിട്ട് അവൈലബിൾ ആണ്. മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡും മെത്തേഡ് ഓഫ് മൊമെന്റ്സും പോലെ ധാരാളം മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്നിരുന്നാലും OLS ആണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഈ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സിൽ നമ്മൾ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് SRFന്റെ അടിസ്ഥാനത്തിൽ PRFന്റെ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SRFും PRFും എന്താണെന്ന് പറഞ്ഞു. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുന്നതിനായിട്ട് ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അപ്പൊ നമ്മൾ അവിടെ കണ്ടത് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ β1 പ്ലസ് β2 xi പ്ലസ് ui. നമ്മുടെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് β1 ഹാറ്റ് പ്ലസ് β2 ഹാറ്റ് xi പ്ലസ് ui ഹാറ്റ്. ഹാറ്റ് കാണിക്കുന്നത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ SRFന്റെ അടിസ്ഥാനത്തിലാണ് PRF എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കും. നമ്മൾ ആ എറർ ടേമിനെ എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ പ്രീവിയസ് ഒരു വീഡിയോയിൽ എറർ ടേമിന്റെ സിഗ്നിഫിക്കൻസ് കണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് നമ്മുടെ മോഡലില് എറർ ടേമിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നമ്മുടെ എക്കണോമെട്രിക് മോഡലിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് തന്നെ ആ എറർ ടേമിന്റെ അടിസ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ എഫക്റ്റ് മാക്സിമം എത്രത്തോളം കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഹെൻസ് ചൂസ് ദ SRF ഫോർ വിച്ച് the deviation of observation is smallest as possible. OLS criterion requires that the regression line be drawn in such a way as to minimize the sum of squares of deviations of observation from it. The method of minimization of squares of deviations of actual observation from the regression line to estimate parameters is called OLS method. അതായത് OLS എന്ന് പറയുന്ന ഒരു മിനിമൈസേഷൻ മെത്തേഡ്സ് ആണ്. നമ്മളവിടെ എറർ ടൈമിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിനെ മിനിമൈസ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കിന്റെ പേരാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ്. നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് കടക്കാം. സോ അക്കോർഡിംഗ് ടു OLS we minimize the sum of squares of deviations of observation from the regression line. That is, we minimize sigma is equal to 1 to n ui hat square. അതായത് നമ്മൾ ഇവിടെ ui ഹാറ്റ് അതിന്റെ സ്ക്വയർ, അതായത് എറർ ടൈമിന്റെ സ്ക്വയർ എടുക്കുന്നത്. എന്തിനാ ഈ എറർ ടൈമിന്റെ സ്ക്വയർ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്? എന്തുകൊണ്ട് എറർ ടൈമിന്റെ സമ്മേഷനെ മാത്രം എടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ എററുകൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് ഇരിക്കട്ടെ. നമുക്ക് ചില സമയത്ത് 102ഉം 98ഉം വരാം. അപ്പം നമുക്ക് എറർ ടൈം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും വരാം. അപ്പൊ ഇവ തമ്മിൽ ആഡ് ചെയ്താൽ, ഞാൻ പറഞ്ഞ പോലെ 100 ആയിരിക്കുന്ന കേസിൽ 98ഉം കിട്ടി 102ഉം കിട്ടി. അപ്പം -2ഉം +2ഉം ആണ് അവിടുത്തെ എറർ. അപ്പൊ ഇവ തമ്മിൽ ആഡ് ചെയ്താൽ അത് ക്യാൻസൽ ഔട്ട് ആയി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. -2 +2 ക്യാൻസൽ ആവും. സോ അത് ക്യാൻസൽ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ക്യാൻസലേഷൻ ഇല്ലാതായി പോകും. അപ്പം ആ ഒരു ഐഡിയ ആണ്, അതിനു വേണ്ടിയാണ് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നത്. സോ വി മിനിമൈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദ ആക്ച്വൽ റിഗ്രഷൻ ലൈൻ. അതാണ് നമ്മൾ OLS ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിഗ്മ i is equal to 1 to n ui hat സ്ക്വയറിനെ ആണ് മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ ui hat നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം ui hat എന്ന് പറയുന്നത് ഈ yi ഹാറ്റിലേക്ക് LHSലേക്ക് നമ്മൾ ബാക്കിയുള്ള ടേംസിനെ കൊണ്ടുപോയാൽ മതി. yi മൈനസ് β1 hat പ്ലസ് β2 hat xi, ദാറ്റ് ഈസ് yi മൈനസ് β1 hat മൈനസ് β2 hat xi ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ സ്ക്വയർ ചെയ്യുന്നു. സിഗ്മ ui hat സ്ക്വയർ ഈസ് ഇക്വൽ ടു sigma yi minus β1 hat minus β2 hat xi the whole square. Now for minimization, the partial derivatives with respect to betas must be 0. നമുക്ക് മിനിമൈസേഷന് വേണ്ടി ഡോ സിഗ്മ ui hat സ്ക്വയർ ബൈ ഡോ β1 hat എന്ന് പറയുന്നത് 0 കിട്ടണം. അതേപോലെ ഡോ സിഗ്മ ui hat സ്ക്വയർ ബൈ ഡോ β2 ഹാറ്റും 0 ആയിട്ട് കിട്ടണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമ്മൾ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു β1 hat. സോ ui ഹാറ്റിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
ഡോ സിഗ്മ വൈ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ബൈ ഡോ ബീറ്റ വൺ ഹാറ്റ്. ഇനി എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. സോ സിമിലർലി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ എന്നുള്ളതാണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ 2 ഇൻറ്റു സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ ഇൻറ്റു ഇനി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ വൺ ഹാറ്റിൽ ആ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് ആ മൈനസ് ബീറ്റ വൺ ഹാറ്റിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം നമുക്ക് ഒരു വാല്യൂ 0 കിട്ടണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 0 കിട്ടണമെങ്കിൽ, ഇപ്പം 2 വേരിയബിൾസ് കൺസിഡർ എ ആൻഡ് ബി. എ ആൻഡ് ബി 0 കിട്ടണമെങ്കിൽ ഒന്നിൽ എ 0 കിട്ടണം, അല്ലെങ്കിൽ ബി 0 കിട്ടണം, അല്ലെങ്കിൽ എയും ബി ഒരുമിച്ച് 0 ആയിരിക്കണം. ഈ 3 കണ്ടീഷനാണ് നമുക്ക് RHS 0 കിട്ടാനുള്ളത്. സോ സിമിലർലി ഇവിടെ നമുക്ക് 0 ആണ് RHS കിട്ടേണ്ടത്. സോ ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആയിരിക്കണം, ഇതെല്ലാം ഇൻറ്റു ആയതുകൊണ്ട്. സോ ഒന്നെങ്കിൽ 2 0 ആയിരിക്കണം, -1 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ പറയുന്ന സമ്മേഷൻ ടേം 0 ആയിരിക്കണം. എന്തായാലും 2ഉം -1ഉം 0 അല്ല. അതുകൊണ്ട് തന്നെ ആ ടേം സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ 0 ആയിരിക്കണം. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ 0 ആയിരിക്കണം. ഇനി നമ്മൾ സമ്മേഷൻ അകത്തോട്ട് ഓരോ ടേമിനും കൊടുക്കുന്നു. സിഗ്മ വൈ ഐ ആവും മൈനസ് എൻ ബീറ്റ വൺ ഹാറ്റ് ആവും. എൻ ബീറ്റ വൺ ഹാറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 2 ബീറ്റ വൺ കൂട്ടിയാൽ, 2 ബീറ്റ വൺ ഹാറ്റ് കൂട്ടിയാൽ നമുക്ക് 2 ബീറ്റ വൺ ഹാറ്റ് എന്ന് കിട്ടും. 10 ബീറ്റ വൺ ഹാറ്റ് കൂട്ടിയാൽ 10 ബീറ്റ വൺ ഹാറ്റ് എന്ന് കിട്ടും. സോ എൻ ബീറ്റ വൺ ഹാറ്റ് കൂട്ടിയാൽ നമുക്ക് എൻ ബീറ്റ വൺ ഹാറ്റ് എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെയാണ് എൻ ബീറ്റ വൺ ഹാറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിലേക്ക് എത്തിയത്. മൈനസ് ബീറ്റ ടു ഹാറ്റ് ഇൻറ്റു സിഗ്മ എക്സ് ഐ, അതായത് സമ്മേഷൻ ഓഫ് എ ഇൻറ്റു എ എക്സ് ഐ. സമ്മേഷൻ ഓഫ് എ എക്സ് ഐ എന്ന് വെച്ചാൽ എ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് ഐ ആണ്. ആ ഒരു ഇതാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിഗ്മ വൈ ഐ ഈസിക്കൽ ടു എൻ ബീറ്റ വൺ ഹാറ്റ് പ്ലസ് ബീറ്റ ടു ഹാറ്റ് സിഗ്മ എക്സ് ഐ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ. സോ നമ്മൾ ആദ്യത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ചെയ്തു. സിമിലർലി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ടു ഹാറ്റ് ചെയ്ത സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അപ്പം സെക്കൻഡ് നോർമൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ടു ഹാറ്റ് ചെയ്യുമ്പോൾ ഡോ സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ബൈ ഡോ ബീറ്റ ടു ഹാറ്റ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത എക്സ് റൈസ് ടു എൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇവിടെ 2 ഇൻറ്റു സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ടു ഹാറ്റിലായതുകൊണ്ട് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് ഐ എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അടുത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എക്സ് ഐ എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതാണ് സിഗ്മ വൈ ഐ എക്സ് ഐ മൈനസ് ബീറ്റ വൺ ഹാറ്റ് എക്സ് ഐ മൈനസ് ബീറ്റ ടു ഹാറ്റ് എക്സ് ഐ സ്ക്വയർ ഈസിക്കൽ ടു 0. ആ എക്സ് ഐ അകത്തോട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സമ്മേഷനെ ഓരോ ടൈമിനും കൊടുക്കുന്നു. അപ്പം സിഗ്മ വൈ ഐ എക്സ് ഐ എന്ന് വരുന്നു. പിന്നെ ബീറ്റ വൺ ഹാറ്റ് ഇൻറ്റു സിഗ്മ എക്സ് ഐ, ബീറ്റ വൺ ഹാറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സമ്മേഷനെ പുറത്തെടുത്ത് ബീറ്റ വൺ ഹാറ്റ് ഇൻറ്റു എക്സ് ഐ എന്ന് വരുന്നു. മൈനസ് ബീറ്റ ടു ഹാറ്റ് ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ഈസിക്കൽ ടു 0. അപ്പൊ ഈ സാധനമാണ് നമ്മുടെ സെക്കൻഡ് നോർമൽ ഇക്വേഷൻ. സിഗ്മ വൈ ഐ എക്സ് ഐ ഈസിക്കൽ ടു ബീറ്റ വൺ ഹാറ്റ് ഇൻറ്റു സിഗ്മ എക്സ് ഐ പ്ലസ് ബീറ്റ ടു ഹാറ്റ് ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് നോർമൽ ഇക്വേഷൻ. അപ്പൊ നമ്മൾ 2 നോർമൽ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തു. ഈ 2 നോർമൽ ഇക്വേഷനും നമ്മൾ റീറൈറ്റ് ചെയ്യുക. ആദ്യത്തെ നോർമൽ ഇക്വേഷൻ സിഗ്മ വൈ ഐ ഈസിക്കൽ ടു എൻ ബീറ്റ വൺ ഹാറ്റ് പ്ലസ് ബീറ്റ ടു ഹാറ്റ് സിഗ്മ എക്സ് ഐ. രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ സിഗ്മ വൈ ഐ എക്സ് ഐ ഈസിക്കൽ ടു ബീറ്റ വൺ ഹാറ്റ് സിഗ്മ എക്സ് ഐ പ്ലസ് ബീറ്റ ടു ഹാറ്റ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇനി ഈ 2 നോർമൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ക്രാമേഴ്സ് റൂളോ നമുക്ക് വേറെ ഈ പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ക്രാമേഴ്സ് റൂൾ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ക്രാമേഴ്സ് റൂൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. അപ്പൊ ക്രാമേഴ്സ് റൂളിൽ നമ്മൾ ആദ്യം ആ ഇക്വേഷൻ ഈ കോഎഫിഷ്യൻസ് കൃത്യമായിട്ട് എഴുതുക. ആദ്യം നമ്മൾ LHSലെ സിഗ്മ വൈ ഐ എക്സ് ഐ, പിന്നെ ബീറ്റ വണ്ണിന്റെയും ബീറ്റ ടുവിന്റെയും കോഎഫിഷ്യൻസ് എൻ സിഗ്മ എക്സ് ഐ, അതുപോലെ സിഗ്മ എക്സ് ഐ, പിന്നെ സിഗ്മ എക്സ് ഐ സ്ക്വയർ, അത്രയും എഴുതുക. ക്രാമേഴ്സ് റൂളിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എ എന്ന് കൺസിഡർ ചെയ്താൽ നമ്മൾ അതിന്റെ ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ A1 എഴുതുക. A1 എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റോയെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. നമ്മൾ ഈ ഒരു റോയെ ഈ ഒരു കോളത്തെ
നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ എന്റെ സ്ഥാനത്ത് സിഗ്മ വൈയെയും ഈ സിഗ്മ എക്സയുടെ സ്ഥാനത്ത് സിഗ്മ വൈയെ എക്സയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതാണ് നമ്മുടെ A1. എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കോളത്തെ എലിമിനേറ്റ് ചെയ്ത് കളയും. അതിന്റെ സ്ഥാനത്ത് നമ്മൾ സിഗ്മ എക്സയും സിഗ്മ വൈയെ എക്സയും കണ്ടുപിടിക്കും. അതാണ് A2. എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ ക്രാമേഴ്സ് റൂളിൽ നമ്മൾ β1 അല്ലെങ്കിൽ നമ്മുടെ β1 ഹാറ്റ് എന്ന് പറയുന്നത് A1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എയും β2 ഹാറ്റ് എന്ന് പറയുന്നത് A2 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എയും ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കും, n സിഗ്മ എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. പിന്നെ നമ്മൾ A1 ഡിറ്റർമിനന്റ് ഓഫ് A1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ കോളത്തിന് പകരം നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ വൈ എക്സ് ഐ. എന്നിട്ട് നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു. ഡിറ്റർമിനന്റ് അറിയാമല്ലോ, നമ്മൾ ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യുന്നതാണ്. അപ്പം സിഗ്മ എക്സ് ഐ സ്ക്വയർ സിഗ്മ വൈ ഐ മൈനസ് സിഗ്മ വൈ ഐ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി നമ്മൾ A2 എഴുതി. A2 എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളത്തെ എലിമിനേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് A2 കിട്ടും. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. β1 ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് A1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ, β2 ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് A2 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കിട്ടും. അപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് A1ഉം A2, ഡിറ്റർമിനന്റ് ഓഫ് A1 ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് A2 കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് എയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് β1 ഹാറ്റിന്റെ ഇക്വേഷൻ കിട്ടുന്നു. സിമിലർലി β2 ഹാറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് β2 ഹാറ്റിന്റെ ഒരു നമ്മള് ഗസ് മാർക്കോ തിയറത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ഫോർമുല ഉണ്ട്, സിഗ്മ എക്സ് ഐ വൈ ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പൊ അത് ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇനി β1 ഹാറ്റും β2 ഹാറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. β1 ഹാറ്റ് ഈസിക്കൽ ടു വൈ ബാർ മൈനസ് β2 ഹാറ്റ് എക്സ് ബാർ എന്നുള്ളതാണ് ആ ഇക്വേഷൻ. സോ OLS ന്റെ ഡെറിവേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.